കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടത്തിലും ഗ്രോ ബാഗുകളിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് ഒച്ചുകളുടെ ശല്യം. രാത്രിയാവുന്നതോടെ കൂട്ടമായി വന്ന് തളിരിലകളും പൂക്കളും കാർന്നു തിന്ന് ചെടികളെ മൊത്തമായി നശിപ്പിക്കുന്ന ഈ വില്ലന്മാരെ എങ്ങനെ പൂർണ്ണമായും ജൈവ രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ ജൈവ രീതിയിൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഇവയെ തോട്ടത്തിൽ നിന്നും തുരത്താനായിട്ട് 5 എളുപ്പമാർഗ്ഗങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് താല്പര്യമുള്ള രീതി പരീക്ഷിച്ച് നോക്കുക. അതിലെ ആദ്യത്തെ രീതി ഒച്ചുകളെ ആകർഷിച്ച് കൂട്ടമായി നശിപ്പിക്കുക എന്നതാണ്. ഒച്ചുകൾ സാധാരണയായി ഇരുട്ട് ആകുന്നതോടുകൂടിയാണ് പുറത്ത് ഇറങ്ങി ശല്യം ചെയ്യുന്നത്. അപ്പോൾ രാത്രിയാകുന്നതോടുകൂടി തോട്ടത്തിൻ്റെ പല ഭാഗങ്ങളിലായി നനഞ്ഞ ചണച്ചാക്കുകൾ വിരിച്ച് അതിൽ പപ്പായയുടെ ഇലയോ കാബേജിൻ്റെ ഇലയോ അല്ലെങ്കിൽ തണ്ണിമത്തൻ്റെ തൊലിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെക്കുക. ഒച്ചുകൾ രാത്രിയിൽ ഇവ തിന്നാനായി കൂട്ടത്തോടെ ഇതിലേക്ക് വരും. അടുത്ത ദിവസം രാവിലെ നോക്കിയാൽ ഒച്ചുകൾ ചാക്കുകളുടെ അടിയിലും മുകളിലുമൊക്കെയായി നാം ഇട്ടുവെച്ച പച്ചക്കറി വേസ്റ്റിലുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണാം. അവയെ ഒരു ചിരട്ടയിലൊക്കെ മറ്റോ തോണ്ടിയെടുത്ത് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ എല്ലാതും ആ സെക്കൻഡിൽ തന്നെ നശിച്ചു പോകുന്നത് കാണാം. അതാണ് ജൈവ രീതിയിലുള്ള ഒന്നാമത്തെ മാർഗം. ഇനി ഒച്ചുകളെ ഓടിക്കാനായി രണ്ടാമത്തെ ജൈവമാർഗം നോക്കാം. ഒച്ചുകൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് പുകയിലയുടെ ഗന്ധവും കയ്പും. നമ്മൾ ചെയ്യേണ്ടത് 50 ഗ്രാം പുകയില എടുത്ത് 1.5 ലിറ്റർ വെള്ളത്തിൽ നന്നായി തിളപ്പിക്കണം. നല്ല പോലെ വറ്റുന്ന പോലെ തിളപ്പിച്ചെടുക്കണം. ഇത് ചൂടാറി കഴിഞ്ഞാൽ അരിച്ചെടുത്ത് അതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബാർ സോപ്പ് അലിയിച്ച് ചേർക്കുക. സോപ്പ് ചേർക്കുന്നത് നാം തയ്യാറാക്കുന്ന ലായനി ചെടികളുടെ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്. ഈ മിശ്രിതം വൈകുന്നേരമായാൽ ചെടിയുടെ ചുവട്ടിലും ഇലകളിലും തളിച്ചു കൊടുക്കുന്നത് ഒച്ചുകൾ ചെടികളെ നശിപ്പിക്കുന്നതിൽ നിന്നും അകറ്റി നിർത്തും. ഇനി നമുക്ക് മൂന്നാമത്തെ വഴി നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടത് ഉപ്പും ബ്ലീച്ചിങ് പൗഡറുമാണ്. ഒച്ചുകളുടെ ശരീരത്തിൽ ഉപ്പ് വീണാൽ അവയുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ട് അവ ചത്തുപോകും. പക്ഷേ ഉപ്പ് നേരിട്ട് മണ്ണിലിട്ടാൽ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ നാം ചെയ്യേണ്ടത് ചെടികൾ നട്ടിരിക്കുന്ന തടത്തിന് ചുറ്റുമായി കുറച്ച് ദൂരത്തിൽ ബ്ലീച്ചിങ് പൗഡറോ ഉപ്പോ വിതറി ഒരു അതിര് തിരിക്കണം. ഗ്രോ ബാഗിലാണ് കൃഷിയെങ്കിൽ എളുപ്പമാണ്. ഗ്രോ ബാഗിന് ചുറ്റും റൗണ്ടിൽ ഉപ്പ് വിതറി കൊടുത്താൽ മതി. ഇതിനെ മറികടന്ന് യാതൊരു കാരണവശാലും ഒച്ചുകൾ ചെടിയുടെ അടുത്തേക്ക് വരികയില്ല. ഇനി നമുക്ക് നാലാമത്തെ രീതി നോക്കാം. പരുക്കനായ പ്രതലത്തിലൂടെ ഒച്ചുകൾക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോഴിമുട്ടയുടെ തോട് നന്നായി പൊടിച്ച്, വളരെ നൈസായിട്ടല്ല ചെറിയ കഷ്ണങ്ങളായി പൊടിച്ച് ചെടിയുടെ ചുറ്റും ഇട്ട് കൊടുക്കുക. ഇത് ഒച്ചുകളുടെ ശരീരത്തിൽ പോറലുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് അവ ആ വഴി വരില്ല. ഇതുകൂടാതെ ചെടിയുടെ ചുവട്ടിൽ അടുക്കളയിലെ ചാരമോ അല്ലെങ്കിൽ തരിമണലോ വിതറുന്നതും ഒച്ചുകളുടെ സുഗമമായ സഞ്ചാരം തടയപ്പെടും. ഇനി ജൈവ രീതിയിലുള്ള അഞ്ചാമത്തെ മാർഗം നോക്കാം. എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ ഒച്ചുകൾക്ക് വളരാനുള്ള സാഹചര്യം തോട്ടത്തിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. നനവുള്ളതും ഇരുണ്ടതുമായ സ്ഥലങ്ങളിലാണ് ഇവ പകൽ ഒളിച്ചിരിക്കുന്നത്. തോട്ടത്തിലെ കരിയിലകൾ, കളകൾ, പാഴ്വസ്തുക്കൾ എന്നിവ മാറ്റി എപ്പോഴും തോട്ടം വൃത്തിയുള്ളതായി സൂക്ഷിക്കുക. ചെടികളുടെ ചുവട്ടിൽ നല്ലതുപോലെ വെയിലടിക്കാനും അനുവദിക്കണം. നമ്മുടെ പച്ചക്കറി തോട്ടത്തിലും വീടുകളുടെ ഉള്ളിലേക്കും അടുക്കളയിലേക്ക് വരെ ഒച്ചുകൾ ഇഴഞ്ഞു കയറാറുണ്ട്. അടുക്കളത്തോട്ടത്തിലെ ചെറിയ ചെറിയ കൃഷികളിൽ മാത്രമല്ല, തെങ്ങിലും പ്ലാവിലും വാഴകളിലും മറ്റു വലിയ മരങ്ങളിൽ പോലും ഒച്ചുകൾ കൂട്ടമായി കാണപ്പെടുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൃഷിയെല്ലാം നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഒച്ചുകളുടെ മുട്ടകൾ ഒറ്റ ദിവസം തന്നെ 1000-ൽ പരം മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്നത് കാണാം. ദിനം തോറും ഒച്ചുകളുടെ ശല്യം രൂക്ഷമാവുകയാണ്. പലയിടത്തും ഇതിൻ്റെ മുൻ വർഷങ്ങളിൽ മഴ തുടങ്ങിയപ്പോൾ 1-2 ഒച്ചുകളെയായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം മഴ തുടങ്ങിയതോടെ തന്നെ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. കൃഷിയിടത്തിൽ മാത്രമല്ല, വീടിനുള്ളിലേക്ക് ചുമരിലൂടെയാണ് ഇഴഞ്ഞു കയറുന്നത്. അടുക്കളയിലേക്കുമൊക്കെ ഇതെത്തുന്നതോടെ ഭക്ഷണത്തിലും ഇത് വീഴുമോ എന്നാണ് പലരുടെയും ആശങ്ക. ഒച്ചു ശല്യം രൂക്ഷമായതോടെ പകർച്ചവ്യാധികൾ പോലും പിടിപെടുമോ എന്ന സംശയവുമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ജൈവ മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വൈകുന്നേരങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒച്ചു ശല്യത്തിൽ നിന്നും നമ്മുടെ പച്ചക്കറി ചെടികളെ പൂർണ്ണമായും രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൃഷി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൃഷി അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.
ഓക്കെ, താങ്ക് യു.